പ്ലാൻ 63-ൽ പിന്നോട്ടില്ലാതെ വി ഡി സതീശൻ. ഹൈക്കമാൻഡിൻ്റെ പിന്തുണ വേണ്ടുവോളം സതീശനുണ്ട് താനും. പ്ലാൻ 63-ലെ ആശങ്കയറിയിച്ച നേതാക്കളുടെ പിന്തുണ നേടാൻ ആശയവിനിമയം തുടരുകയാണ് പ്രതിപക്ഷ നേതാവ്. നിലവിൽ 2021-ൽ കോൺഗ്രസ് ജയിച്ച 21 സീറ്റുകൾക്ക് പുറമെ 42 സീറ്റുകൾ കൂടി ചേർത്ത് 63 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുക എന്നതാണ് സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന പ്ലാൻ 63. പരമ്പരാഗത മണ്ഡലങ്ങൾക്കായി പ്ലാൻ 63-ൽ ഊന്നി പ്രത്യേക പദ്ധതിയും തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ പ്ലാൻ 63-ൽ വിശ്വാസം അർപ്പിക്കാത്ത മറ്റുള്ളവരെ വിശ്വാസത്തിലെടുത്തില്ല എന്നതാണ് എതിർക്കുന്നവരുടെ വാദം ഇപ്പുറത്തുള്ളത്. എന്നാൽ 2 ടേമായി ഭരണത്തിലിരിക്കുന്ന LDF ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് കോൺഗ്രസിന് മുന്നിലുള്ള തുറുപ്പ് ചീട്ടാണ്. LDF 2ാം തവണ ഭരണത്തിലേറിയപ്പോൾ ആദ്യ ഭരണകാലത്തിന് വിരുദ്ധമായി ജനദ്രോഹ നടപടികളുടെ ഒരു പരമ്പര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൻപോരുമയും നീതി നിഷേധവും അഹങ്കാരവും കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുന്ന നയങ്ങൾ സ്വീകരിച്ച LDF സർക്കാരിനെ ജനം മടുത്ത അവസ്ഥയിലുമാണ്. ഈ ഇടനാഴിയിലാണ് കോൺഗ്രസ് തങ്ങളുടെ തന്ത്രങ്ങൾ പയറ്റാൻ കച്ചമുറുക്കുന്നത്. അതേറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നടപ്പിലാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ താനും രമേശ് ചെന്നിത്തലയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്ന പേരിൽ MP രാജേഷും കിങ്കരന്മാരും പടച്ചുവിടുന്ന ഉണ്ടയില്ലാ വെടി ലക്ഷ്യമില്ലാതെ കറങ്ങി നടക്കുകയാണ്. അത് തിരിച്ച് ബൂമറാങ് പോലെ CPM-നെ തന്നെ വീഴ്ത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. LDF-ലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തമ്മിലടി തുടങ്ങിയിട്ടുള്ളത് എന്ന് സതീശൻ പറഞ്ഞു. എന്നാൽ ഒരു കാര്യത്തിൽ CPM-ന് ബോധ്യമുണ്ട്, ഭരണം കിട്ടില്ലെന്നത്. കിട്ടിയാലല്ലേ മുഖ്യമന്ത്രി പദവിയെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുകയും ചെയ്തു. അവർക്ക് അധികാരം കിട്ടില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പോലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ അത് ദ്രവിച്ചു പോകും എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണത്തിലൂടെ ബംഗാളിൽ CPIM തകർന്നതുപോലെ ഇവിടെ പിണറായി വിജയനിലൂടെ CPIM തകർന്ന് തരിപ്പണമാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിണറായി CPIM-ന്റെ അന്ധകനാകുന്ന ദയനീയ കാഴ്ച സഖാക്കന്മാർ കാണും എന്നും സതീശൻ തുറന്നടിച്ചു. കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കയ്യും മെയ്യും മറന്ന് കളത്തിലിറങ്ങാനാണ് തീരുമാനം. അതാണ് വി ഡി സതീശൻ ഇക്കഴിഞ്ഞ KPCC രാഷ്ട്രീയ കാര്യസമിതിയിൽ വെച്ച പ്ലാൻ 63. എന്താണ് പ്ലാൻ 63-ലെ അന്തസത്ത? മലബാർ, മധ്യ കേരളം, തെക്കൻ കേരളം, ഇങ്ങനെ ഒന്ന് തരംതിരിച്ചു നോക്കാം നമുക്ക്. മലബാറിൽ 6 ജില്ലകൾ അടങ്ങുന്നതാണ് ഈ സെക്ഷൻ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നിവ വി ഡി സതീശൻ്റെ പ്ലാനിലുള്ളതാണ്. നമ്പർ 1 പാലക്കാട് ജില്ല. നിലവിൽ 2 നിയമസഭാ മണ്ഡലങ്ങളാണ് UDF ജയിച്ചിരിക്കുന്നത്, പാലക്കാടും മണ്ണാർക്കാടും. എന്നാൽ പുതുതായി 3 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാമെന്നതാണ് വിലയിരുത്തൽ. തൃത്താല മണ്ഡലവും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പട്ടാമ്പി, ചിറ്റൂർ സീറ്റും കോൺഗ്രസിന് പിടിച്ചെടുക്കാമെന്ന കൃത്യമായ ധാരണ വി ഡി സതീശനുണ്ട്. മലപ്പുറത്തോ അൻവറിന്റെ സീറ്റായ നിലമ്പൂരാണ്, മറ്റൊന്ന് തവനൂരാണ്. തവനൂര് പൊന്നാനി മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് പൊന്നാനി. ആ പൊന്നാനിയും തങ്ങൾ പിടിക്കുമെന്ന ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇപ്പോൾ കയ്യിലുള്ള വടകര, കൊടുവള്ളി, തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട നാദാപുരവും കുറ്റ്യാടിയും UDF-നൊപ്പം ആകുമെന്ന പ്രതീക്ഷയുണ്ട്. തിരുവമ്പാടി, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം എന്നിവയും കോൺഗ്രസിൻ്റെ ലക്ഷ്യത്തിലുള്ളതാണ്. വയനാട്ടിലോ 2 മണ്ഡലം നിലവിൽ UDF-നുണ്ട്. മാനന്തവാടി മണ്ഡലമാണ് കയ്യിൽ വരാത്തത്. മുൻപ് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ഈ മാനന്തവാടി. അതും തിരിച്ചു പിടിക്കുമെന്ന ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കണ്ണൂരാണെങ്കിൽ പേരാവൂർ, ഇരിക്കൂർ എന്നിവ മാത്രമാണ് കയ്യിലുള്ളത്. എന്നാൽ ബാക്കി 9 മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാസർഗോഡ്, ഇവിടെ കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-ന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കി മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെങ്കിലും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല കോൺഗ്രസ്. ഇങ്ങനെയുള്ള അപഗ്രന്ഥനത്തിലൂടെയാണ് വി ഡി സതീശൻ തൻ്റെ പ്ലാൻ 63 നടപ്പിലാക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.